വെൽക്കം. മറ്റൊരു വീഡിയോ കൂടെ ചെയ്യുകയാണ്. ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുമ്പോൾ പദസമ്പത്ത് വളരെ പ്രധാനമാണ്. ഭാഷയുടെ ശക്തി എന്ന് പറഞ്ഞാൽ പദങ്ങളാണ്. ഉചിതമായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയണം. നല്ലവണ്ണം ആശയങ്ങൾ പ്രകടിപ്പിക്കണമെങ്കിൽ നല്ല പദസമ്പത്തുണ്ടാകണം. വൊക്കാബുലറി വളരെ ശക്തമായിരിക്കണം. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇൻ ഇംഗ്ലീഷ്. ക്വാളിറ്റി വേർഡ്സ് ഉപയോഗിക്കാൻ പഠിക്കണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അതാണ്. ക്വാളിറ്റി വേർഡ്സ്. ഗുണങ്ങളെ കാണിക്കുന്ന വാക്കുകൾ, സദ്ഗുണങ്ങളെ കാണിക്കുന്ന വാക്കുകൾ നമ്മുടെ നാവിൻ തുമ്പിൽ വരണം. അങ്ങനെ ചില വേർഡ്സ് ഞാനിന്ന് സിലക്ട് ചെയ്യുക. വളരെ സിലക്ട് ചെയ്ത് ഒരു 30ഓളം ക്വാളിറ്റി വേർഡ്സ് നിങ്ങളെ പരിചയപ്പെടുത്തി. നിങ്ങൾക്ക് പലർക്കും പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില വേർഡുകൾ. എന്നാൽ മലയാളത്തിൽ ആ വാക്കറിയാം, ഇംഗ്ലീഷിൽ ഉചിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഉദാഹരണം, സ്ഥിരോത്സാഹം. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് സ്ഥിരോത്സാഹം. അതിന് കേവലം ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞാൽ പോരാ. അതിനുപയോഗിക്കേണ്ട വാക്ക് പെർസിവറൻസ്. PERSEVERANCE. Perseverance. That is the ability of keep on doing things. The ability to continue what you are doing. അത് ഒരു വലിയ ക്വാളിറ്റിയാണ്. ഒരു ക്വാളിറ്റി വേർഡാണ് പെർസിവറൻസ്. പെർസിവറൻസ് ഈസ് ദ കീ ടു സക്സസ് എന്ന് പറയാറുണ്ട്. വിജയത്തിൻ്റെ താക്കോലാണ് സ്ഥിരോത്സാഹം. അതുപോലെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കിലെ സൗന്ദര്യം, സൗകുമാര്യം, ശാലീനത, ഇങ്ങനെയൊക്കെ ഏതാണ്ട് ഒരേ അർത്ഥം വരുന്ന ചില വേർഡുകളുണ്ട്. ബ്യൂട്ടി എന്ന വാക്ക് മിക്കവാറും ആളുകളൊക്കെ ഉപയോഗിക്കും. നമുക്ക് വളരെ വേഗത്തിൽ നാവിൻ തുമ്പിൽ വരുന്ന വാക്കാണ് ബ്യൂട്ടി. പക്ഷെ മറ്റു ചില വാക്കുകളൊക്കെ അറിയണ്ടേ അതിന്? സൗകുമാര്യം, ശാലീനത, സൗന്ദര്യം എന്നൊക്കെ കാണിക്കുന്ന മറ്റു ചില വാക്കുകളുടെ അറിയണം. അതിലൊരു പ്രധാനപ്പെട്ട വാക്കാണ് എലഗൻസ്, ഗ്രേസ്, എലഗൻസ്, ബ്യൂട്ടി. ഇതെല്ലാം സിനോണിമസ് വേർഡ്സ് ആണ്. ഏകദേശം പര്യായ വാക്കുകൾ, സിനോണിമസ് വേർഡ്സ് ഉപയോഗിക്കാൻ കഴിയണം. ഒരു വേർഡ് പറഞ്ഞാൽ മറ്റൊന്ന് കിട്ടണം. അതുകൊണ്ട് ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന ആളുകൾ സിനോണിമസ് വേർഡ്സിന് പ്രാധാന്യം. പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് തെസോറസ് ഒക്കെ റെഫർ ചെയ്യുമായിരുന്നു. ഇപ്പോൾ ആരാ തെസോറസ് നോക്കുന്നത്? നല്ല എഴുത്തുകാരൊക്കെ എഴുതുമ്പോഴേ തെസോറസ് റെഫർ ചെയ്ത് എഴുതുള്ളൂ. ഡിക്ഷണറി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. അവൻ പഴയ തലമുറയിൽപ്പെട്ട ഒരാളെന്ന നിലയിൽ ഈ വേർഡുകളൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു. ക്വാളിറ്റി വേർഡ്സ്. പെർസിവറൻസ് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. ഗ്രേസ്, എലഗൻസ്, ബ്യൂട്ടി എന്ന വേർഡിന് പകരം ഞങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നു. ഇതൊക്കെ നമ്മുടെ കൈത്തുമ്പിൽ ഒതുങ്ങുന്ന വാക്കുകളായിരിക്കണം. വിവേകം നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന വാക്കുണ്ട്. വിവേകം ഏതെല്ലാം വാക്കുകൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം? ഡിസ്ക്രീഷൻ എന്ന് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. എന്നാൽ പ്രൂഡൻസ് എന്നൊരു വേർഡുണ്ട്. പ്രൂഡൻസ് ഉപയോഗിച്ച് പഠിക്കണം. ഡിസ്ക്രീഷൻ ഈസ് ദ ബെറ്റർ പാർട്ട് ഓഫ് വാലർ എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ ഏറ്റവും നല്ല ഭാഗം വിവേകമാണ്. വിവേകം ഒരു ധൈര്യമാണെന്ന് അതിൻ്റെ അർത്ഥം.
prudence. അതുപോലെ യുക്തി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് യുക്തി. ലോജിക് എന്ന വേർഡ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം, റാഷണാലിറ്റി എന്ന് ഉപയോഗിക്കാം. ഇച്ഛാശക്തി, എന്താ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വിൽ പവർ എന്ന് പറയുന്നുണ്ട്. വൊളീഷൻ, ഇച്ഛാശക്തി, ഈ വേർഡുകളൊക്കെ നമുക്ക് വഴങ്ങണം. സദ്ഗുണവാക്കുകൾ, ക്വാളിറ്റി വേർഡ്സ്. പാതിവൃത്യം എന്ന് നമ്മൾ പറയാറുണ്ട്. പാതിവൃത്യം സ്ത്രീകളുമായി ബന്ധപ്പെട്ടൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന വാക്കാണ് പാതിവൃത്യമുള്ള സ്ത്രീ, പതിവ്രത എന്നൊക്കെ പറയും. പാതിവൃത്യം. അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ചാസ്റ്റിറ്റി. ഭക്തിക്ക് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാം? പയറ്റി എന്ന് പറയാം, ഡിവോഷൻ എന്ന് പറയാം. ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മലയാളം വാക്കുകൾക്ക് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കുകളാണ്. മദ്യവർജനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. മദ്യവർജനം ഇംഗ്ലീഷിൽ നമുക്ക് ആശയം എങ്ങനെ പറയാം? ടീറ്റോട്ടലിസം. ഹാർഡ് ഡ്രിങ്ക്സ് കൈകൊണ്ട് തൊടാത്തവരാണ് ടീറ്റോട്ടലിസം പ്രാക്ടീസ് ചെയ്യുന്നത്. ഈസ് എ ടീറ്റോട്ടലർ. അതിൻ്റെ അർത്ഥം ഇതാണ്. ടീറ്റോട്ടലർ എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കില്ല, മദ്യവർജകനാണ്. നല്ല വാക്കല്ലേ ടീറ്റോട്ടലർ. ടീ എന്ന് പറഞ്ഞാൽ TEE ആണ് കേട്ടോ, TEA അല്ല. ചായ മാത്രം കഴിക്കുന്നവരെന്നല്ല എൻ്റെ അർത്ഥം. ടീറ്റോട്ടലർ എന്ന് പറഞ്ഞാൽ ചായ മാത്രം കഴിക്കുന്നതെന്ന് എൻ്റെ അർത്ഥം. അത് വേറെ വാക്കേ. TEETOTALISM, ടീറ്റോട്ടലിസം. അത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾ ടീറ്റോട്ടലർ. മദ്യവർജനം. മറ്റൊരു മനോഹരമായ വാക്കാണ് നെഫലിസം. NEPHLISM, നെഫലിസം. ടെമ്പറൻസ് എന്ന വാക്ക് കോമൺ ആയിട്ട് ഉപയോഗിക്കാം. ടെമ്പറൻസ്, പരമാനന്ദം നമ്മൾ ഉപയോഗിക്കാമല്ലോ. അത്യുന്നതമായ ആനന്ദം, പരമാനന്ദം, നിർവൃതി എന്നൊക്കെ പറയുന്നില്ലേ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മനോഹരമായ വാക്കാണ് ബ്ലിസ്. ബ്ലസ് അല്ലാതെ വേറെ പാടെ. ഇത് ബ്ലിസ്, BLISS. ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, ബ്ലിസ് ഹിയർ where ignorance is bliss, it is folly to be wise. അജ്ഞത പരമാനന്ദമായിരിക്കുന്നിടത്ത് ബുദ്ധി കാണിക്കുന്നത് അബദ്ധമാണ്. അത്ര അർത്ഥവത്തായൊരു ചൊല്ലാണത്. Where ignorance is bliss, it is folly to be wise. Bliss, പരമാനന്ദം. മറ്റൊരു വേർഡാണ് റാപ്ചർ. വലിയ സന്തോഷം, വലിയ ആനന്ദമാണ് റാപ്ചർ. അധികാരം ത്യജിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് അധികാരത്യാഗം. ഇംഗ്ലീഷിൽ എന്ത് പറയും? ആബ്ഡിക്കേഷൻ. വളരെയധികം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കല്ലേ ആബ്ഡിക്കേഷൻ. ത്യജിക്കുന്ന റിനൗൺസിയേഷൻ എന്ന് പറയാം. പരിത്യാഗം. അർപ്പണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കമ്മിറ്റ്മെൻ്റ് എന്ന് പറയാം, ഡെഡിക്കേഷൻ എന്ന് പറയാം. സമർപ്പണം, ഡെഡിക്കേഷൻ. കമ്മിറ്റ്മെൻറ്റ്, കമ്മിറ്റഡ് ആകുക എന്നാണ് പ്രതിബദ്ധതയുള്ള കമ്മിറ്റ്മെൻറ്റ്, ഡെഡിക്കേഷൻ. ഉത്സാഹത്തിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക്? വിഗർ എന്ന് ഉപയോഗിക്കാം. വിഗറുള്ള ആളുകൾ സ്മാർട്ടായിരിക്കും, അവിടെ സ്മാർട്ട്നെസ് എന്ന് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഉത്സാഹം. മഹാമനസ്കത, വലിയ ഔദാര്യമാണ് മഹാമനസ്കത. ഏതെല്ലാം വാക്കുകൾ ഉപയോഗിക്കാം? ഏറ്റവും ഫിറ്റായവയുടെ മഗ്നാനിമിറ്റി. മറ്റൊരു വാക്ക് ജനറോസിറ്റി. ആത്മവീര്യം,
മനോവീര്യം, അത് മനുഷ്യനുണ്ടാകേണ്ട ഒരു വലിയ ഗുണം. സദ്ഗുണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഗുണമാണ്. ഈ ആത്മവീര്യം നഷ്ടപ്പെട്ടാൽ എല്ലാം പോകും. സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ ഈ മനോവീര്യം, ആത്മവീര്യം നിലനിർത്താൻ വേണ്ടി പ്രത്യേക സെഷൻസൊക്കെ നടത്തിയാണ് പ്ലേയേഴ്സിനെ തയ്യാറാക്കുന്നത്. കുട്ടികൾക്ക് മനോവീര്യം നിലനിർത്തണം, ആത്മവീര്യം നിലനിർത്തണം. അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്യും. വാട്ട് ഈസ് മൊറാൽ? ഇംഗ്ലീഷിൽ പറയുന്നത് മൊറാൽ, MORALE. മൊറയിലെന്ന് ഉച്ചരിക്കരുത്, അങ്ങനെയല്ല എൻ്റെ ഉച്ചാരണം. MORALE, മൊറാൽ. ആത്മവീര്യമാണ്, മനോവീര്യമാണ്. ധർമ്മത്തിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ചാരിറ്റി. ചാരിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാം. മൊറാലിറ്റി എന്ന് ഉപയോഗിക്കാം. ചാരിറ്റിയാണ് കറക്റ്റ് വേർഡ്. ബോധ്യം, നമ്മുടെ ഇപ്പം കാലം ചെയ്ത പോപ്പ് പയസിനെ കുറിച്ച്, പോപ്പ് ഫ്രാൻസിസിനെ കുറിച്ച് പറയുന്ന ഒരു വലിയ അഭിപ്രായം, മാൻ ഓഫ് കൺവിക്ഷൻ. നല്ല ഈ ബോധ്യങ്ങളുണ്ട് ചില കാര്യങ്ങളിൽ. താൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ട്. കൺവിക്ഷനോട് സംസാരിക്കാറുണ്ട്, കൺവിക്ഷനോട് ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്നതൊക്കെ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ല കൺവിക്ഷനോട് കൂടി ആയിരിക്കണം. ഇംഗ്ലീഷിൽ കൺവിക്ഷൻ ഉപയോഗിക്കുന്ന വാക്കിന് നമ്മൾ മലയാളത്തിൽ ബോധ്യം, ദൃഢവിശ്വാസം എന്നൊക്കെ പറയാം. മര്യാദ എന്ന വാക്കിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ഏത് വാക്ക് ഉപയോഗിക്കാം? സിവിലിറ്റി. ഡീസൻസി, ഓക്കെ. സിവിലിറ്റി, പൊളൈറ്റ്നസ് ഉപയോഗിക്കാം. ഔചിത്യം, അതൊരു വലിയ ഗുണമാണ്. ഔചിത്യം, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന മനോഹരമായ ഇംഗ്ലീഷ് എക്സ്പ്രഷനാണ് സെൻസ് ഓഫ് പ്രൊപ്രയറ്റി. അതെല്ലാവർക്കും വേണം. അത്ര പെട്ടെന്ന് വിദ്യാഭ്യാസം കൊണ്ടൊന്നും കിട്ടുന്നതൊന്നും അല്ലത്. സെൻസ് ഓഫ് പ്രൊപ്രയറ്റി, ഔചിത്യം ഒരു അനുഗ്രഹമാണ്. വിദ്യാഭ്യാസം അറിവൊക്കെ നമുക്ക് തരുന്നതാണ്. പക്ഷേ ഔചിത്യബോധമുണ്ടല്ലോ, അതൊക്കെ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. നിരീക്ഷണത്തിലൂടെ, നമ്മുടെ ജീവിതത്തിൻ്റെ നിരീക്ഷണത്തിലൂടെയൊക്കെ നമ്മൾ ആർജിക്കേണ്ട ഗുണമാണ് എപ്പോൾ പറയണം എന്നൊക്കെയുള്ളത്. സെൻസ് ഓഫ് പ്രൊപ്രയറ്റി. മിതത്വം, നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്ന മനോഹരമായ മിതത്വം. വാക്കുകളിൽ മിതത്വം വേണം. നമ്മൾ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മിതത്വം വേണം. ഇംഗ്ലീഷിൽ നമുക്ക് പറയുന്ന വാക്ക് 2-3 വാക്കുകൾ ഉപയോഗിക്കാം. ത്രിഫ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാം. പാഴ്സിമണി, PARSIMON, പാഴ്സിമണി എന്ന വാക്ക് ഉപയോഗിക്കാം. ഓസ്ട്രിറ്റി, AUSTERITY, ഓസ്ട്രിറ്റി എന്ന വാക്ക് ഉപയോഗിക്കാം. ഇക്കോണമി എന്നൊക്കെ ഉപയോഗിക്കാം. അല്ല, മോക്ഷത്തിന് എന്താ നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന വാക്ക്? സാൽവേഷൻ. ഞാൻ ഒന്നുകൂടെ സ്പിരിച്വൽ വേർഡ് ഉപയോഗിക്കുകയാണ്. ബിയാറ്റിറ്റ്യൂഡ്. BEATITUDE, ബിയാറ്റിറ്റ്യൂഡ്. വിമോചനം, നമ്മൾ എത്ര ക്വാളിറ്റി വേണ്ട അത്. വിമോചനം, ഇമാൻസിപ്പേഷൻ എന്ന് പറയാം, ലിബറേഷൻ എന്ന് പറയാം. വിശ്വസ്തത എന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫെയ്ത്ത്ഫുൾ, സിമ്പിളായ വാക്ക് ഉപയോഗിക്കാം. ഫിഡിലിറ്റി അല്ലെ ഫൈഡിലിറ്റി ഉപയോഗിക്കാം. വിശുദ്ധിക്ക് എന്താ നമ്മൾ പറയുക? പ്യൂരിറ്റി എന്ന വാക്ക് കോമണായിട്ട് ഉപയോഗിക്കാം. പക്ഷെ നല്ലൊരു വേർഡാണ് സാങ്ക്ടിറ്റി. Nowadays sanctity is spoiled, even in holy places. സമചിത്തത, ഇക്വാനിമിറ്റി, ബാലൻസ് ഓഫ് മൈൻഡ്. സഹനശക്തിക്ക് നമുക്ക് ഏത് വാക്ക് ഉപയോഗിക്കാം? അതിമനോഹരമായ വാക്ക്, ഏറ്റവും സൂട്ടബിൾ വേർഡ് എൻഡ്യൂറൻസ്. പേഷ്യൻസ്, ക്ഷമയാണ് എങ്കിലും ഉപയോഗിക്കാം. സഹിഷ്ണുതയല്ല, നമ്മൾ മലയാളത്തിൽ ആ വാക്ക് തിരിച്ചുപയോഗിക്കുന്ന വാക്കാണ് സഹിഷ്ണുത.
ഇംഗ്ലീഷിൽ കൊടുക്കാവുന്ന മനോഹരമായ വേർഡാണ് ടോളറൻസ്. ടോളറൻസ്. അതുപോലെ സ്വാന്തനം. സ്വാന്തനം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ലേ, ഏറ്റവും നല്ല വേർഡ് സൊലൈസ്. സൊലൈസ്, SOLACE. കൺസൊലേഷൻ. കൺസൊലേഷൻ. സാഫല്യം. ഫുൾഫിൽമെൻറ്റ്. ഫ്രൂട്ട്ഫുൾനെസ് എന്നൊക്കെ പറയാം. സുതാര്യത നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കല്ലേ, നമ്മൾ വളരെ സുതാര്യമായിരിക്കണമല്ലോ പല കാര്യങ്ങളിലും. വളരെ വളരെ സുതാര്യമായ ലൈഫിൻ്റെ ഉടമകളായിരിക്കണം. അതിന് സുതാര്യതയ്ക്ക് എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസ്. അങ്ങനെ ആളുകളെ ട്രാൻസ്പെറൻറ്റ് ഈസ് എ ട്രാൻസ്പെറൻറ്റ് പേഴ്സണാലിറ്റി. ട്രാൻസ്പെറൻറ്റ്. ട്രാൻസ്പെറൻസ് നോൺ ഫോം. ഈ ട്രാൻസ്പെറൻസുമായി ബന്ധപ്പെട്ട് എടുക്കാവുന്ന വലിയൊരു ഗുണമാണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി വേണം മനുഷ്യന്. ഈ പൊതു ഫണ്ടൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേ നമ്മുടെ പൊതുപ്രവർത്തകർക്ക് അക്കൗണ്ടബിലിറ്റി വേണം. പൊതു രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും പൊതുസ്ഥാപനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഒക്കെ ഉണ്ടാക്കേണ്ട ഒരു ക്വാളിറ്റി വേർഡാണ് അക്കൗണ്ടബിലിറ്റി. ട്രാൻസ്പെറൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. യു ആർ accountable to the public at large. ദിവ്യത്വം. ദിവ്യത്വത്തിന് നാം എന്താ ഇംഗ്ലീഷ് പറയുന്നത്? ഡിവിനിറ്റി. ഡിവിനിറ്റി. ഒരു വേർഡൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വെർച്യു. വെർച്യു നന്മയാണ്. അതിന് നേരെ ഓപ്പോസിറ്റാണ് വൈസ്. VICE. WISE അല്ല, VICE. ഞാൻ ഇത്രയും ക്വാളിറ്റി വേർഡ്സ് എന്ന് പരിചയപ്പെടുത്തിയത് നമ്മുടെ പുതിയ തലമുറ ഉദ്ദേശിച്ചാണ്. നമ്മുടെ പുതിയ തലമുറ ഈ ക്വാളിറ്റി വേർഡ്സ് ഉപയോഗിച്ച് പഠിക്കണം. അവരുടെ നാവിൽ അത് വരണം. അശ്ലീല വാക്കുകളല്ല വരേണ്ടത്, തിന്മ നിറഞ്ഞ വാക്കുകളല്ല, നന്മയുടെ വാക്കുകൾ, ക്വാളിറ്റി വേർഡ്സ് ഉപയോഗിക്കാൻ കഴിയണം. സദ്ഗുണവാക്കുകൾ, സദ്ഗുണങ്ങൾ തികഞ്ഞവരായി വളരട്ടെ ഈ വീഡിയോയിലൂടെ. അങ്ങനെയും ഒരു പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് കരുതി നിങ്ങളുടെ പഠനത്തിനായി വാക്കുകളെ ഞാൻ സമർപ്പിക്കുന്നു.